ഇത്തവണത്തെ ബജറ്റിൽ നിരവധി മാറ്റങ്ങളോടെയാണ് ആദായ നികുതി ഘടന പരിഷ്കരിച്ചത്. പുതിയ സ്കീമിലുള്ളവർക്കാണ് നേട്ടമുണ്ടാവുക. പുതിയ സ്കീം പ്രകാരം റിട്ടേൺ നൽകുന്നവർക്ക് 3 ലക്ഷം രൂപ നികുതിയില്ല. പരിഷ്കരിച്ച നികുതി ഘടന എങ്ങനെയെന്ന് നോക്കാം. പുതിയ ആദായ നികുതി ഘടന സ്വീകരിക്കുന്നവർക്കാണ് ബജറ്റിൽ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ആദായ നികുതി ഇളവ് പരിധി 50,000 രൂപയിൽ നിന്ന് 75,000 രൂപയാക്കി ഉയർത്തുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞത്. In the new tax regime, the tax rate structure is proposed to be revised as follows: 0 to 3 lakh rupees, nil; 3 to 7 lakh rupees, 5%; 7 to 10 lakh rupees, 10%; 10 to 12 lakh rupees, 15%; 12 to 15 lakh rupees, 20%; and above 15 lakh rupees, 30%. As a result of these changes, a salaried employee in the new tax regime stands to save up to 17,500 rupees in income tax. Apart from these, I am also making some other changes as given in the annexure. As a result of these proposals, revenue of about 37,000 crore, that is 29,000 crore in direct taxes and 8,000 crore in indirect taxes, will be foregone, while revenue of about 30,000 crore rupees will be additionally mobilized. Thus, the total revenue foregone is about 7,000 crores annually. Mr. Speaker, sir, with this, I commend the budget to this august house. 3 ലക്ഷം രൂപ വരെ ഇനി നികുതിയില്ല. 3 മുതൽ 7 ലക്ഷം രൂപ വരെ 5% നികുതി. 7 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ 10%, 10 ലക്ഷം മുതൽ 12 ലക്ഷം വരെ 15%, 12 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ 20%, 15 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 30% നികുതി. പുതിയ സ്കീം പ്രകാരം നികുതി നൽകുന്നവർക്ക് ആദായ നികുതിയിൽ 17,500 രൂപ വരെ ലാഭിക്കാം. 4 കോടി മാസ വരുമാനക്കാർക്ക് ഇത് ഗുണം ചെയ്യുമെന്നും ധനമന്ത്രി പറഞ്ഞു. പുതിയ നികുതി ഘടന സ്വീകരിച്ചവർക്കാണ് ഈ ഇളവ്. പഴയ സ്കീമിലുള്ളവർക്ക് നിലവിലെ സ്ലാബ് തുടരും. ന്യൂസ് ഡെസ്ക്, സമകാലിക മലയാളം.